ഫൈനലി നെവിൻ ഇസ് ഫയർ ലൈക്ക് എനിത്തിങ്. ഞാൻ ജസ്റ്റ് പറഞ്ഞ എൻ്റെ പേഴ്സണലി കുറച്ച് അടുപ്പുള്ള രണ്ട് വ്യക്തികളാണ് രേണു ആൻഡ് നെവിൻ. ഐ വാസ് ലൈക്ക് തിങ്കിങ് നെവിൻ എന്താ മിണ്ടാത്ത 2 days ആയിട്ട് ആളിങ്ങനെ പറന്ന് നടക്കണമെന്ന്. പക്ഷെ ഇപ്പോൾ ലൈവിൽ നടന്ന അടി നെവിൻ സിംപ്ലി ലൈക്ക് ഫയർ എന്ന് തന്നെ ഞാൻ പറയാം. ഒട്ടും വിട്ടു കൊടുക്കാത്ത പട്ടേന്ന് പറഞ്ഞിട്ട് RJ ബിൻസിക്ക് കൗണ്ടർ കൊടുക്കുന്നുണ്ട്. ജയിൽ ടാസ്കിന്റെ ഭാഗമായിട്ട് നോമിനേറ്റ് ചെയ്തിട്ട് ഷാനവാസ് പറഞ്ഞ ആ ഒരു സംഭവം RJ ബിൻസി വളരെ പേഴ്സണലായിട്ട് എടുത്തിട്ട് നൈസ് എന്ന് പറഞ്ഞിട്ട് സംസാരം തുടങ്ങി ഒന്ന് രണ്ടും പറഞ്ഞു ബഹളമായി. അവസാനം ഓഫ് കോഴ്സ് കോൺവെർസേഷൻ്റെ ഇടയിൽ എഡി ബോഡി എന്നുള്ളവരും എഡി ബോഡി എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ ന്യായീകരിക്കുന്നു, സമ്മതിച്ചു, എഡി ബോഡി എന്ന് വിളിക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കരമായിട്ട് പ്രൊവോക്ഡ് ആയിട്ട് അങ്ങോട്ട് കയറി പേക്കോലെന്ന് വിളിച്ചു. പിന്നെ എഡി ബോഡി എന്നുള്ള സംസാരം വന്നപ്പോൾ എന്ത് ചെയ്തു, വീട്ടിൽ പോയി അമ്മയെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. നെവിൻ ആക്ച്വലി അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ടോക്ക് വീട്ടിലുള്ളവരെ എടുത്തിട്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? RJ ബിൻസി, താങ്കൾ ഭയങ്കര ഫയർ ആവുന്നുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് ഷാനവാസ് ഇങ്ങനെ കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഷാനവാസ് സോറി, എന്റെ സൗണ്ട് പോയി, ഇനി നീ സംസാരിക്കുന്നുള്ളൊരു വൈബിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും കട്ടക്കി ഞാൻ ഡെഫിനറ്റ്ലി ഐ വിൽ സപ്പോർട്ട് നെവിൻ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ഒന്നാമതൊരു വഴക്ക്, ഇത്രയും വലിയൊരു വഴക്കിലോട്ട് പോകേണ്ട കാര്യമില്ല. ആള് അത് ഭയങ്കരമായിട്ട് പേഴ്സണലായിട്ട് എടുത്തിട്ടാണ് RJ ബിൻസി ജയിൽ ടാസ്കിന്റെ കാര്യം സംസാരിക്കുന്നത്. ആൻഡ് ലൈക്ക് പേക്കോലം അല്ലെങ്കിൽ ഫാഷൻ കൊറിയോഗ്രാഫർ അത് ആ വ്യക്തിയുടെ ജോലിയാണ്, മനസ്സിലായി. RJ ബിൻസി അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് വരുമ്പോൾ ഒരു പേക്കോലം അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന കോസ്റ്റ്യൂംസിനൊക്കെ എനിക്ക് എന്തോ അറിയത്തില്ല ലൈക്ക്. ബട്ട് നെവിനെ പേക്കോലം എന്ന് വിളിച്ചതിനോടും എനിക്ക് താല്പര്യമില്ല. അതേപോലെ തന്നെ എഡി ബോഡി എന്നുള്ള വീട്ടിൽ പോയി അമ്മയെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ പ്രയോഗത്തിനോട് ഞാൻ ഒരു രീതിയിലും യോജിക്കുന്നില്ല. നെവിൻ അത് വിട്ടുകൊടുക്കാതെ പേഴ്സണലി ബെൻസി അടിക്കാനൊക്കെ കൈ വാങ്ങുന്നുണ്ട്. അതൊന്നും നടക്കാൻ പോണ കാര്യമല്ല. മോൾക്ക് അടിക്കണമെങ്കിൽ അടിക്കാം, അതേപോലെ പാക്ക് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങാൻ പോവാം. അതിനകത്ത് പറയുന്നുണ്ട് എനിക്ക് അടിച്ച് മൂലക്കിടാൻ അറിയാൻ പാലാനിട്ടല്ല എന്നുള്ളത്. ഇതൊക്കെ വിപ്ലവം കൊണ്ട് പറയുന്നതാണ് മോളെ, അല്ലാതെ അതിൻ്റെ ഉള്ളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ സീസണിലേക്ക് ഇങ്ങനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത ആളുടെയൊക്കെ അവസ്ഥ കയറുന്നതിന് മുമ്പ് മോളെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു അതുകൊണ്ടാണ് പുറത്തെ കൂലോ എന്നുള്ള പേടിച്ചിട്ടാണ്. അന്ധഭയം ഒരു കിട്ടും. കാരണം കൈ വെച്ച് കഴിഞ്ഞാൽ പുറത്തു പോകുന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട്. ഓക്കെ എഗെയിൻ പ്രൊവോക്ഡ് ആയി. പേക്കോലെന്ന് പറഞ്ഞു വീട്ടിൽ പോയി അമ്മയെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ നെവിൻ ഓൾറെഡി ലിറ്ററലി ഓൺ ഫയർ ആയി. അപ്പം എടി എന്ന് പറഞ്ഞ് പേഴ്സണലി വിളിച്ചു. അങ്ങനെ അതൊരു ഫൈറ്റ് ടൈം. അപ്പൊ അതിൻ്റെ ഇടയിൽ ശാരിക വരുന്നുണ്ട്. ശാരിക വരുമ്പോഴും പറയുന്നുണ്ട് കുടുംബക്കാരെ എടുത്തിട്ടുണ്ട കാര്യമില്ല. അപ്പോഴാണ് നമ്മുടെ അക്ബർ ഖാനൊക്കെ ഇടപെടുന്നത്, വീട്ടിലുള്ളവർ വിളിക്കേണ്ട. അപ്പൊ അതിന് ബെൻസി പറഞ്ഞവർ ഇതാണ് ഇങ്ങനെ പിടിക്കാൻ വന്നു എന്നൊക്കെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കാന്ന് പറയുന്ന ഒരു സംഭവമാണ്. എനിക്ക് നെവിന്റെ കാര്യത്തിൽ ഭയങ്കര ഒരു സമാധാനമായി. സത്യം പറഞ്ഞ ആൾ മിണ്ടാതിരിക്കുകയാണ്. കാരണം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ നെവിന്റെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കൂടി ഞങ്ങൾ സംസാരിച്ചു, നെവിൻ എന്താ മിണ്ടാതിരിക്കും. പിന്നെ ആ ഫയർ പോയിട്ടില്ല. ആൾ കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന പോലെ നല്ല രീതിയിൽ ഫയർ ആയിട്ടുണ്ട്. ഒട്ടും വിട്ടു കൊടുക്കാതെ കൗണ്ടർ അടിച്ച് ഫേസ് ടു ഫേസ് നിൽക്കുന്നുണ്ട്. ലൈക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ബിൻസി കൈയൊക്കെ അടിക്കുമ്പോൾ അടിച്ചു നോക്ക്, ധൈര്യം ഉണ്ടെങ്കിൽ അടിച്ചു നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. കാരണം പുള്ളി അവിടെ പോയിരിക്കുന്ന ഒരു വൈബ് എന്താന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ആ വൈബ് അവിടെ പോയി നല്ല വെയിറ്റിംഗിലായിരുന്നു. ആ വൈബ് അവിടെ തന്നെ ഉണ്ട്. ബിൻസി എന്തായാലും അമ്മയെ പോയി വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ ഒരു പ്രയോഗത്തിന് ഞാൻ യോജിക്കുന്നില്ല. അപ്പം വീട്ടിലുള്ളവരെ പോയി വിളിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഒരുപക്ഷെ RJ ബിൻസിയെ ഇഷ്ടപ്പെടുന്നവർ പറയുന്നുണ്ടോ എടീന്ന് വിളിച്ചത് ശരിയായില്ല, എടീന്ന് വിളിച്ചുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ അവന് പേക്കോലെന്ന് വിളിച്ചപ്പോഴും ആ ഒരു സംസാരത്തിന്റെ ഇടയിലാണ് ഒരു കോൺവെർസേഷൻ വന്നത്. അപ്പോഴാണ് വീട്ടിൽ പോയി അമ്മയെ വിളിച്ചാൽ മതി എന്നുള്ള പ്രയോഗം പറഞ്ഞത്. വീട്ടിൽ പോയി അമ്മയെ വിളിച്ചാൽ മതി. അവരെന്ത് ചെയ്തു? ഇപ്പൊ അവർക്ക് നെവിനാണെങ്കിൽ അമ്മ മാത്രമല്ല, അവരത് വീട്ടിലിരുന്ന് കാണുന്നുണ്ടാവില്ല. അപ്പോൾ എടീന്ന് വിളിക്കരുതെന്ന് റെസ്പെക്റ്റോടെ സംസാരിക്കുന്ന RJ ബിൻസി ഒരിക്കലും തിരിച്ച് ആളുടെ അമ്മയെ പറ്റി പറയരുത്, അമ്മയെ പറ്റി വിളിക്കരുത്. എന്തായാലും നല്ലൊരു അടിപൊട്ടി നെവിൻ ഫുൾ ഓൺ വൈബാണ്. എന്റെ വോട്ട് നെവിനാണ്. നിങ്ങളുടെ പെർസെപ്ഷൻ നിങ്ങൾ കമന്റ് ചെയ്യുക.